തോമസ് ആണ് അതിന്റെ ക്യാപ്റ്റൻ. 12ാം നമ്പർ വള്ളമാണ് എങ്കിൽ 2 വരുന്നത് തലവടിയാണ്. UBC കൈനഗരിയാണ് 12 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയിട്ടുള്ള, നെഹ്റു ട്രോഫി ഏറ്റവും കൂടുതൽ തവണ കൈയടക്കിയിട്ടുള്ള യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി. കുട്ടനാടിന്റെ ഹൃദയതാളമായ കൈനഗരി. 63 ഗിയർ ഗോസിൽ, 64 സെന്റ് ജോർജിൽ, 65 68 പാർത്ഥസാരഥിയിൽ, വലിയ ദിവാഞ്ചിയില്, 89 90 91 ചമ്പക്കുളത്തില്, 2014 ചമ്പക്കുളത്തിൽ ജയിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ വരുന്നു മേൽപ്പാടം. കഴിഞ്ഞ 2018 മുതൽ ജലോത്സവ ലോകം അടക്കി ഭരിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടത്തിലെത്തുകയാണ്. അതെ, മേൽപ്പാടത്തില് 1988 വെള്ളംകുളങ്ങര ചുണ്ടനില് 4 മിനിറ്റ് 48 സെക്കൻഡിന്റെ കഥ പറഞ്ഞവര്, 2098 ചമ്പക്കുളത്തിൽ വിജയിച്ചവര്, അതെ വീണ്ടും 2018 പായിപ്പാടനില്, 2019 നടുഭാഗത്തില്, 2022 മഹാദേവിക്കാട് കാട്ടിത്തെക്കേതില്, 2023 വീയപുരത്തില്, 2024 കാരിച്ചാലില് 4 മിനിറ്റ് 14.35 സെക്കൻഡ് കൊണ്ട് ഹീറ്റ്സിൽ തുഴഞ്ഞ് ഫൈനലില് 4 മിനിറ്റ് 29.785 എന്ന മില്ലി സെക്കൻഡിന് വിജയം രചിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. എങ്കിൽ ആലപ്പാട് 97-ലും 99-ലും വിജയിച്ചവര് ഇതാ കഥ പറയുകയാണ്. ഇതാ മേൽപ്പാടവും തലവടിയും തമ്മില് പൊരിഞ്ഞു പോടാടുകയാണ്. ആരാണ് മുന്നില്? തലവടിയാണോ മേൽപ്പാടമാണോ? 2ലെ തലവടി 3ലെ മേൽപ്പാടം. UBCയും പള്ളാത്തുരുത്തിയും തമ്മില് നേർക്ക് നേര് ഇവിടെ ഉയരുകയാണ്. ഇതാ ഈ പുന്നമട കായലില് പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് 12 തവണ നെഹ്റു ട്രോഫിയുടെ 2 ഹാട്രിക്കുകൾ നേടിയവര് ഇല്ല, പള്ളാത്തുരുത്തി തന്നെ മുന്നോട്ട് കുതിക്കുന്നു. പള്ളാത്തുരുത്തിയും മേൽപ്പാടവും, അതെ ചമ്പക്കുളവും തലവടിയും മേൽപ്പാടവും ആലപ്പാടനും തമ്മിലുള്ള പോരാട്ടം. തലവടിയും മേൽപ്പാടവും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം കടന്നു വരുന്നു. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം ഹീറ്റ്സ്. ഇതാ മേൽപ്പാടവും തലവടിയും ചമ്പക്കുളവും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നു. ആലപ്പാട് അങ്ങകലെ തുഴഞ്ഞു വരുന്നു. വേളൂർ ബോട്ട് ക്ലബ്ബ് PV രാജുവിന്റെ നേതൃത്വത്തില് അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ 3ാം ഹീറ്റ്സ് മത്സരം അവസാനിക്കുന്നു. ഇനിയും അടുത്ത ചുണ്ടൻ വള്ളങ്ങളുടെ 4ാം ഹീറ്റ്സ് മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുവാൻ പോകുന്നു. 1ാം ട്രാക്കിൽ സെന്റ് ജോർജ്, 2ാം ട്രാക്കിൽ നടുഭാഗം, 3ാം ട്രാക്കിൽ ആയാപറമ്പ്, വലിയ ദിവാഞ്ചി. ശേഷം വിവരണത്തിന് ഞാൻ ഡി സജി പാടിലേക്ക് കൈമാറുകയാണ്. 3ാം ഹിറ്റ്സ് സമാപിച്ചുകൊണ്ടിരിക്കുന്നു. 3ാം ഹിറ്റ്സിലെ ആലപ്പാടൻ ചുണ്ടൻ 4ാം ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ 4ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് 1ാം ട്രാക്കിൽ 4ാം നമ്പർ വള്ളം സെന്റ് ജോർജ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തയ്യാറെടുക്കുന്നത്. ഗാഗുൽത്ത ബോട്ട് ക്ലബ് ചെറുകര റെജി KK ക്യാപ്റ്റൻ, ലീനാച്ചൻ സണ്ണി ലീഡിംഗ് ക്യാപ്റ്റൻ. 2ാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ് PBC പുന്നമട തുഴയുന്നു. ജിൻഡോ ജോമി ക്യാപ്റ്റൻ, അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ലീഡിംഗ് ക്യാപ്റ്റൻ. 3ാം ട്രാക്കിൽ 19ാം നമ്പർ വള്ളം നിരണം ബോട്ട് ക്ലബ് തുഴയുന്നു. KG എബ്രഹാം ക്യാപ്റ്റൻ, രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റൻ. 4ാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാൻജി, നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ തുഴയുന്നു. റെന്നി അടിവാക്കൽ ക്യാപ്റ്റൻ, തങ്കൻ ചെറുവള്ളിക്കരി ലീഡിംഗ് ക്യാപ്റ്റൻ. ആലപ്പാടൻ ചുണ്ടൻ 3ാം ഹീറ്റ്സിൽ മത്സരിച്ചുകൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആലപ്പാടൻ ഇതാ ഫിനിഷിംഗ് ലൈൻ കടന്നു പോകുന്നു. 4ാം ഹീറ്റ്സിൽ 1ാം ട്രാക്കിൽ സെന്റ് ജോർജ് 1964 പഴയ സെന്റ് ജോർജ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടെങ്കിൽ അതിന്റെ സുവർണ ജൂബിലി വർഷം നീറ്റിലിറക്കിയ 2014 പുതുതായി നിർമ്മിച്ച സെന്റ് ജോർജ് ആണ് ഈ കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്നത്. ഗീവർഗീസ് പുണ്യാളന്റെ നാമത്തിൽ ചങ്ങങ്കരി ക്രിസ്ത്യൻ യൂണിയന്റെ ഉടമസ്ഥയിലുള്ള സെന്റ് ജോർജ് ഇത് 1ാം ട്രാക്കിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 2ാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് PBC പുന്നമട തുഴയുന്ന ജിൻഡോ ജോമി ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം
2019 നെഹ്റു ട്രോഫി നേടിയ പള്ളാത്തുരുത്തി ബോർഡിന്റെ കരുത്തിൽ നെഹ്റു ട്രോഫി നേടിയ നടുഭാഗം ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ ചാമ്പ്യനായ നടുഭാഗം 2019 എങ്കിൽ മൂന്നാം ട്രാക്കിൽ നിരണം ബോൾ ക്ലബാണ് തുഴയുന്നത്. KG എബ്രഹാമാണ് ക്യാപ്റ്റൻ, രാഹുൽ പ്രകാശ് ആണ് ലീഡിംഗ് ക്യാപ്റ്റൻ. അതിനുശേഷം നാലാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ ആണ് തുഴയുന്നത്. റെന്നി അടിവാക്കലാണ് ക്യാപ്റ്റൻ, തങ്കൻ ചെറുവള്ളിക്കരിയാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. ആയാപറമ്പ് വലിയ ദിവാഞ്ചി, പഴയ വലിയ ദിവാഞ്ചി 1979 നെഹ്റു ട്രോഫി നേടിയതാണ്. UBCയുടെ കൈക്കരുത്തിൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ നാലാം ഹിറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് ഗാഗുൽത്ത ബോൾ ക്ലബ്ബ് ചെറുകര, രണ്ടാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോൾ ക്ലബ്ബ് പുന്നമട, മൂന്നാം ട്രാക്കിൽ നിരണം ബോൾ ക്ലബ്ബ് തുഴയുന്ന നിരണം, നാലാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ ആണ് തുഴയുന്നത്. അങ്ങനെ പുന്നമട കായലിന് ആവേശം പകർന്നുകൊണ്ട് പുന്നമട കായലില് ഇരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാര് നയമ്പുകളങ്ങോട്ട് കാണികളുടെ ഞരമ്പുകൾ മുറുകിപ്പോകുകയാണ്. നയമ്പുകൾ മുറുകുന്നതനുസരിച്ച് കാണികളുടെ ഞരമ്പുകൾ മുറുകുകയാണ്, രക്തയോട്ടം നിലയ്ക്കുകയാണ്, ശ്വാസം നിലയ്ക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. കാരണം തങ്ങളുടെ കരയിലെ വീരന്മാരായ ജലരാജാക്കന്മാർ പുന്നമടയിലെ ഓളങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവർ ണമെന്ന ആഗ്രഹത്തോടുകൂടി ആർപ്പ് വിളിക്കുന്ന, ആരവങ്ങൾ മുഴക്കുന്ന ജനസഹസ്രങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികള് ഇന്ന് ടിവിയുടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ മുന്നിലിരിക്കുകയാണ്. കാരണം ഇന്ന് പുന്നമടയിലെ ജലമാമാങ്കമാണ്. ഫുട്ബോളിന് വേൾഡ് കപ്പ് ഉണ്ട്, അതുപോലെ ക്രിക്കറ്റിനും ലോകകപ്പ് ഉണ്ടെങ്കിൽ ജലോത്സവങ്ങൾക്ക് വള്ളംകളികളുടെ ലോകകപ്പാണ് ഈ പുന്നമടയിലെ ജലമാമാങ്കം. അങ്ങനെ 21 ചുണ്ടൻ വള്ളങ്ങള് പങ്കെടുക്കുന്ന 71ാമത് ജലോത്സവത്തിൽ ഈ നെഹ്റു ട്രോഫി ആര് മുത്തമിടുമെന്ന ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ അതിന് ഉത്തരം കാണാൻ ഏതാനും മിനിറ്റുകൾ മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതിയാകും. ഒന്നാം ട്രാക്കിൽ നാലാം ഹിറ്റ്സിലെ ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ്, രണ്ടാം ട്രാക്കിൽ നടുഭാഗം, മൂന്നാം ട്രാക്കിൽ നിരണം, നാലാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി. ഒന്നാം ട്രാക്കിലെ സെന്റ് ജോർജ് ഗാഗുൽത്ത ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ വരുന്നു. നിരണം ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ വരുന്നു. ആയാപറമ്പ് വലിയ ദിവാഞ്ചി നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വരുന്നു. ആയാപറമ്പ് വലിയ ദിവാഞ്ചി നമുക്കറിയാം ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയാണ് രാജാ കേശവദാസൻ. കാർത്തികവർമ്മ രാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ രാജ കേശവദാസനെ സ്നേഹത്തോടെയാണ് വലിയ ദിവാഞ്ചി എന്ന്. അങ്ങനെ ആയാപറമ്പ് യോഗത്തിന്റെ ഉടമസ്ഥയിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി ട്രാക്കിൽ കടന്നു വരുമ്പോൾ നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ ആണ് തുഴയുന്നത്. റെന്നി അടിവാക്കലാണ് ക്യാപ്റ്റൻ, തങ്കൻ ചെറുവള്ളിക്കരിയാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ നിരണമാണ്, നിരണം ബോട്ട് ക്ലബ്ബ് KG എബ്രഹാം. അതെ, മൂന്നാം ട്രാക്കിലെ നിരണം പിടിവിട്ട് വരുന്നു. രണ്ടാം ട്രാക്കിലെ നടുഭാഗം ഒപ്പത്തിനുണ്ട്. നടുഭാഗവും നിരണവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് ഉണ്ട്. രണ്ടിലെ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ഇല്ല. മൂന്നാം ട്രാക്കിൽ നിരണം നടുഭാഗവും നിരണവും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. രണ്ടിലെ നടുഭാഗം, മൂന്നിലെ നിരണം ഉജ്ജ്വലം, ഉഗ്രം, ഉദാത്തം. ഓവർ ടു അജു മേൽപ്പാടം. ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തുടിപ്പിലേക്ക് ആവേശം അലിഞ്ഞു ചേരുകയാണ്. ഈ ആവേശത്തുടിപ്പിലേക്ക് ജനസഹസ്രങ്ങളതാ സാക്ഷികളാവുകയാണ്. What a match! നിരണവും നടുഭാഗവും നടുഭാഗമാണോ അതോ നിരണമാണോ? എന്തൊരു മത്സരം! PBC പുന്നമടയും നിരണം ബോട്ട് ക്ലബും ഇഞ്ചോടിഞ്ച് പൊരുതിക്കളിക്കുന്ന കാഴ്ച. ഇത് അത്ഭുതമാണ്. ഇത് ചരിത്രത്തിന്റെ തിരുത്തലുകളാണ്. പുന്നമട ബോട്ട് ക്ലബ്ബ് അത്ഭുതം സൃഷ്ടിക്കുന്നു.
തീർച്ചയായും ഭയക്കണം പുന്നമട ബോട്ട് ക്ലബിനെ. ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരു പക്ഷേ ദ ബ്ലാക്ക് ഹോഴ്സസ്, കറുത്ത കുതിരകൾ എന്ന് പോലും വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു പുന്നമട ബോട്ട് ക്ലബിനെ. കുട്ടനാടുകാർക്ക് സിരകളിൽ പടന്നു കയറിയ ഒരു ലഹരിയുണ്ടെങ്കിൽ അത് വള്ളംകളി അല്ലാതെ എന്ത് എന്ന് ചോദിക്കേണ്ടി വരും. അത്തരത്തിൽ ആ ലഹരി അലിഞ്ഞു ചേർന്ന ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് ഈ പുന്നമടയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഒരു ഭാഗവും നിരണവും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചു പോയെങ്കിൽ തൊട്ടു പിന്നിലായി സെന്റ് ജോർജ് പുണ്യാളനും ആയാപറമ്പ് വലിയ ദിവാൻജിയും കടന്നു വരികയാണ്. ഒരു പക്ഷേ എതിരാളികൾ എത്രയോ മുൻപിലേക്ക് കടന്നുപോയി, പക്ഷേ അതിലൊന്നും തളരാത്ത പോരാട്ട വീര്യത്തിന്റെ ഉടമകളായി കടന്നു വരുന്ന രണ്ട് വള്ളങ്ങൾ അതാ നമ്മുടെ കൺമുന്നിലേക്ക് കടന്നു വരുന്നു. അവസാന കൊടിയിറങ്ങുമ്പോൾ ലീനാച്ചൻ കാവാലത്തിന്റെ ട്രംപറ്റ് ഒന്ന് മുറുകുമ്പോൾ, ഒന്നാം തുഴയിൽ ആ താളം അങ്ങനെ പെരുകുമ്പോൾ ഇതിൽ പരം ഒരു